ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ തീയൽ വയ്ക്കുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാനൊരു 10-15 ചെറുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും ഒരു 2 മുരിങ്ങയ്ക്കയും നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വേവാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് വെന്ത് വരാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മുരിങ്ങയ്ക്കയും പച്ചമുളകും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ, ഒത്തിരി വേവണ്ട. അപ്പോൾ ഇതിനകത്തിലോട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കണം. അതിനായിട്ട് ഞാൻ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തിലോട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതും പിന്നെ ഒരു നുള്ള് കുരുമുളകും ഒരു 3 ചെറിയുള്ളിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടെ നല്ലതായിട്ട് വറുത്തിട്ട് അതിൻ്റെ ഈ തേങ്ങയുടെ കളറൊന്ന് മാറുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അതിനകത്തിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലൊരു ബ്രൗൺ കളറാവണം. എന്നിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത അരപ്പാണിത്. ഇത് നമുക്ക് നല്ല ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് സിറപ്പ് പോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു തക്കാളി അരിഞ്ഞാൽ കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഏറ്റവും അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം എല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം, എല്ലാം തിളച്ച് മസാലയൊക്കെ ഒന്ന് കുറുകി വന്ന ശേഷം മാത്രമായിരിക്കും നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് കടുക് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉലുവ ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന തീയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടിരുന്ന അപ്പോഴാ ചട്ടി നോക്കിയപ്പം കറി തീർന്നു പോയി.